കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന വിചാരണ സദസ്സാണ് ഇവിടെ നടക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷം സർക്കാരിനെതിരായി കുറ്റപത്രം സമർപ്പിച്ച് ജനങ്ങളുടെ കോടതിയിൽ സർക്കാരിനെ വിചാരണ ചെയ്യുന്നു. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ജഡ്ജ്മെൻറ്റ് ഡേ ഉണ്ട്, വിധിന്യായത്തിൻ്റെ ദിവസം. അത് വരാനിരിക്കുന്നതേയുള്ളൂ. വിധി പ്രഖ്യാപിക്കേണ്ടത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ മുന്നിൽ ഇവരാരാണ് എന്ന് ഇവരുടെ പൊയ്മുഖങ്ങൾ അനാവരണം ചെയ്ത് ഇവരെ നമ്മുടെ ഈ സംസ്ഥാനത്തെ എവിടെ കൊണ്ട് എത്തിവച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ വിചാരണയുടെ ലക്ഷ്യം. ഇന്ന് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഈ ദുരന്തം, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ, വരാനിരിക്കുന്ന തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിൽ കേരളത്തെ ഇവർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ അറിയണം, ഈ നവകേരള സദസ്സെന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അശ്ലീല നാടകം കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ കേരളത്തിലെ ഖജനാവിൻ്റെ സ്ഥിതി എന്തായിരുന്നു? കേരളത്തിൻ്റെ ഖജനാവിൽ 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ബില്ലും പാസ്സാവില്ല. ഒരു 20 ദിവസം മുമ്പ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി, നിങ്ങളുടെ ജില്ലക്കാരൻ, വാക്കാൽ ഒരു ഉത്തരവ് കൊടുത്തു, ഇനി 1 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ബില്ലും പാസ്സാവില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും 1 ലക്ഷത്തിൽ താഴെയുള്ള ബില്ല് പാസ്സാവുമെന്ന്. അത് വാങ്ങിച്ചു വയ്ക്കും, പിന്നെ തരാമെന്ന് പറയും. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഇവിടെ. പഞ്ചായത്തിൽ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബില്ല് കൊടുത്താൽ ഖജനാവിൽ നിന്ന് പാസ്സാവോ? ഇല്ല. ഒരു ഓട പണിതാൽ അതിൻ്റെ ബില്ല് പാസ്സാവുമോ? ട്രഷറിയിൽ പാസ്സാവില്ല. ഒരു ഓട പണിയാൻ പോലും പണമില്ലാത്ത സർക്കാരാണ് 50 ലക്ഷം രൂപയുടെയും 60 ലക്ഷം രൂപയുടെയും സ്റ്റേജിട്ട് നാട്ടുകാരുടെ പണം പിരിച്ച് ഈ ആർഭാട നാടകം കേരളം മുഴുവൻ നടത്തിയത്. എന്താ സ്ഥിതി? 5 മാസം കഴിഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട്. നമ്മുടെ കാരുണ്യ പദ്ധതി, സ്വകാര്യ ആശുപത്രികളിൽ ചെന്നാൽ കാരുണ്യ കാർഡ് എടുക്കോ? സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് തീരുമാനിച്ചു, കോടിക്കണക്കിന് രൂപ അവർക്ക് സർക്കാർ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് കാരുണ്യ കാർഡ് സ്വീകരിക്കേണ്ട. കോടികളാണ് കൊടുക്കാനുള്ളത്. സംസ്ഥാനത്തെ ഒരു ആശുപത്രിയിലും ആവശ്യമായ മരുന്നുകളില്ല. എന്താ കാര്യം? മരുന്ന് വാങ്ങിച്ചതിൻ്റെ പണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ കൊടുത്തിട്ടില്ല. എവിടെ പോയി കൊട്ടിഘോഷിക്കപ്പെട്ട ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് മിഷൻ? ഈ വർഷം അനുവദിച്ചത് 717 കോടി എന്ന് വെച്ചാൽ കടലാസിൽ. കൊടുത്തത് എത്രയാ? കൊടുത്തത് 18 കോടി. 1-ാം ഗഡുവില്ല, 2-ാം ഗഡുവില്ല, 3-ാം ഗഡുവില്ല. തറ കെട്ടി ഭിത്തി കെട്ടാനുള്ള 2-ാം ഗഡുവില്ല, ഭിത്തി കെട്ടി വാർക്കാനുള്ള 3-ാം ഗഡുവില്ല. പഞ്ചായത്ത് മെമ്പർമാരെ ആളുകൾ അടുത്ത് നിർത്തി ചോദിക്കുക, എവിടെയാ ഗഡുവെന്ന്. കൊടുത്തിട്ടില്ല. പണം കൊടുക്കാനില്ല. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് 8 കൊല്ലം മുമ്പാണ് റേറ്റ് തീരുമാനിച്ചത്. 8 കൊല്ലം കൊണ്ട് 200% വില വർധനവുണ്ടായി. കൊടുക്കില്ല. ആ പണം തന്നെ കൊടുത്തിട്ട് 5 മാസമായി. അധ്യാപകരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? ഒരു ദിവസം HM ആവണം, അല്ലേ? പ്രധാന അധ്യാപകനാകണം, ഹെഡ് മിസ്സസ് ആകണം, ഹെഡ് മാസ്റ്റർ ആവണം. നിങ്ങൾ അറിയണം, കേരളത്തിൽ 100 കണക്കിന് അധ്യാപകർ സർക്കാർ എഴുതി കൊടുത്തിരിക്കുന്നു, ദയവ് ചെയ്ത് ഞങ്ങളെ HM ആക്കരുത്. HM ആയാൽ HMന്റെ വീട്ടിലെ മക്കൾ പട്ടിണിയാവും. കാരണം ശമ്പളം, ഉച്ചയൂണിൻ്റെ പണം HMന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം. ശരിയാണോ? നിങ്ങൾ അന്വേഷിക്കുക. ഒരു പട്ടികജാതിക്കാർക്ക് കഴിഞ്ഞ 3 കൊല്ലമായി ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല. കോടികൾ ബാക്കി നിൽക്കുന്നു. എന്താ KSRTCയുടെ സ്ഥിതി? പാവപ്പെട്ടവന്റെ പൊതുഗതാഗത സംവിധാനം പൂട്ടാറായി.
പെൻഷനില്ല, ശമ്പളമില്ല, 5 പൈസയുടെ സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സപ്ലൈകോ, നമ്മുടെ മാവേലി സ്റ്റോർ, വല്ല സാധനമുണ്ട് അവിടെ? സാധനമുണ്ട്, സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. സബ്സിഡി കിട്ടുന്ന 13 നിത്യോപയോഗ സാധനങ്ങൾ ഒന്നുപോലുമില്ല. കഴിഞ്ഞ 3 മാസമായി ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുക്കുന്നില്ല. കാരണം 6 മാസമായി വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് 1500 കോടി. നെല്ല് സംഭരിച്ചതിൻ്റെ തുക കൊടുക്കാനുള്ളത് 1000 കോടി. പഴയ കിറ്റ് ഓർമ്മയുണ്ടോ? കിറ്റ് ഇലക്ഷന് മുമ്പ് കിട്ടിയത്, അതിൻ്റെ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല. 4000 കോടി രൂപയുടെ ബാധ്യത എവിടെ? സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ. ഞങ്ങൾ നിയമസഭയിൽ നിങ്ങളുടെ പ്രിയങ്കരനായ MLA, ഈ നാടിൻ്റെ ജനനായകൻ CPC വിശ്വനാഥ് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. എന്താണ് ഈ സപ്ലൈകോയിലെ വിഷയം? വിഷ്ണു വളരെ രസകരമായി പാളയത്തെ ഒരു മാർക്കറ്റിൽ മാവേലി സ്റ്റോറിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് വായിച്ചു. എന്താ ബോർഡ്? കടല ഇല്ല, പരിപ്പ് ഇല്ല, ചെറുപയർ ഇല്ല, വെളിച്ചെണ്ണ ഇല്ല. മന്ത്രി പൊട്ടിത്തെറിച്ചു മറുപടിയിൽ. ഞാൻ വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോഴും വിഷ്ണു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മന്ത്രി പറഞ്ഞു അത് ശരിയല്ല, തിരുത്തി. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കോഴിക്കോട് മാവേലി സ്റ്റോറിൽ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ സംഭവം ശരിയാ. എന്താ തിരുത്തിയത്? മന്ത്രിയുടെ ആഫീസിൽ നിന്ന് വിളിച്ച് മാവേലി സ്റ്റോറിലെ മാനേജരെ വരട്ടി. അപ്പം അയാൾ എന്ത് ചെയ്ത് ഒരു തുണിക്കഷ്ണം കൊണ്ടുവന്ന് വിഷ്ണു പറഞ്ഞ ബോർഡിൽ ഇല്ല എന്നുള്ളതെല്ലാം മാച്ചു. എന്നിട്ടൊരു ചോക്ക് കൊണ്ട് എല്ലാം ഉണ്ടെന്ന് എഴുതി വെച്ചു. അപ്പം അതിൻ്റെ മുമ്പിൽ കൂടി ഒരു സ്ത്രീ പോയി. അവരിത് കണ്ട് ഞെട്ടി. കാരണം കുറേ നാൾ കൂടി എടാ മാവേലി സ്റ്റോറിൽ എല്ലാ സാധനവും വന്നേക്കണം. അവർ വിളിച്ചു കൂകി, ആളുകൾ ഓടിക്കൂടി. എന്നിട്ട് പറഞ്ഞു 1/2 കിലോ കടല ഇല്ല, 1 കിലോ ചെറുപയർ ഇല്ല, മല്ലി ഇല്ല, വെളിച്ചെണ്ണ ഇല്ല. അതെന്താ സാറേ എല്ലാം ഉണ്ടെന്ന് എഴുതി വെച്ച് ഒന്നും ഇല്ല എന്ന് പറയുന്നത്? അപ്പം മാനേജർ പറഞ്ഞു മന്ത്രിയുടെ ആഫീസിൽ നിന്ന് വിളിച്ച് എല്ലാം ഉണ്ടെന്ന് എഴുതി വെക്കാൻ ഇവിടെ ഒരു കുന്തോ ഇല്ല. ശരിയാണോ? ഇതാ നടന്നത്. മന്ത്രിയുടെ നിയോജകമണ്ഡലമായ നെടുമങ്ങാട് മാവേലി സ്റ്റോറി ഞങ്ങൾ പരിശോധിച്ചു, അവിടെ ഇല്ല. ഈ ക്രിസ്മസ് ചന്ത തൃശ്ശൂർ ഉദ്ഘാടനം ചെയ്യാൻ തൃശ്ശൂർ മേയർ MLA കൂടി ചെന്നു. 2 പേരും LDF. 2 പേരും മടങ്ങിപ്പോന്നു ഉദ്ഘാടനം ചെയ്യാതെ. എന്താ? ഒരു സാധനമില്ല. നമ്മുടെ മാർക്കറ്റിൽ വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടേണ്ട കേരളത്തിൻ്റെ അഭിമാനകരമായ സ്ഥാപനമാ സപ്ലൈകോ. കൂട്ടുക. ഇനി വൈദ്യുതി ബോർഡ് 6-7 മാസം മുമ്പാ ചാർജ് കൂട്ടിയത്. ഇപ്പം ഒന്നും കൂടി ചാർജ് കൂട്ടി. വൈദ്യുതി മന്ത്രി പറഞ്ഞു ഞാനിനി എല്ലാ കൊല്ലം കൂട്ടുമെന്ന്. നിങ്ങൾ ഓർക്കണം, 2016 വരെ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി. വൈദ്യുതി ബോർഡ് നമ്മൾ ലാഭത്തിലാക്കി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ച് വന്നു. 1957 മുതൽ 2016 വരെയുള്ള വൈദ്യുതി ബോർഡിൻ്റെ ആകെ കടം നമ്മൾ ഇറങ്ങുമ്പോൾ 1083 കോടി ആകെ. ഇത്രയേ ഉള്ളൂ. ഈ 7 കൊല്ലം കൊണ്ട് ഈ പിണറായി സർക്കാർ വൈദ്യുതി ബോർഡിൽ ഉണ്ടാക്കിയ കടം എത്രയാണെന്നറിയാമോ? തലചുറ്റരുത്, 40,000 കോടി. അത്രയേ പറ്റിയുള്ളൂ. ഒടുക്കത്തെ അഴിമതി, കെടുകാര്യസ്ഥത. എല്ലാ കൊല്ലമല്ല, എല്ലാ മാസം കൂട്ടിയാലും വൈദ്യുതി ബോർഡിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കെടുകാര്യസ്ഥത, കോടികളുടെ അഴിമതി. അതാണ് വൈദ്യുതി ബോർഡിലെ പ്രശ്നം. പിണറായി സർക്കാർ 1-ാം സ്ഥാനത്തല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? കേരളത്തിൽ ഈ സർക്കാർ ഒരു കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേമനിധി ബോർഡ് പൂട്ടാൻ പോവാ. ഏത്? കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പൂട്ടി. ഈ വർഷം നിരവധി ക്ഷേമനിധി ബോർഡുകൾ ഒരു സർക്കാരിനും പറ്റാത്ത കാര്യം. കാരണം എന്താ? ഇതിലേക്കൊന്നുള്ള കോൺട്രിബ്യൂഷൻ, അംശാദായം കൊടുക്കാൻ കയ്യിൽ പണമില്ല, കയ്യിൽ പൈസ ഇല്ല. ഒരു നയ
പൈസ കയ്യിലില്ല. കുഞ്ഞുങ്ങൾക്ക് ഉച്ചയൂണിന് പണം കൊടുക്കാൻ കാശില്ലാത്തവരാണ് ഈ ആർഭാട നാടകം നടത്തി പോകുന്നത്. നിങ്ങൾ ഏത് വകുപ്പെടുത്ത് നോക്കിക്കോ, ഏത് വകുപ്പ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല, 66 ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് CPM പിൻവാതിലൂടെ നിയമനം, SFIക്കാർക്ക് വ്യാജ ഡിഗ്രി ഫ്രീ ആയിട്ട്. അവന്മാർ സമ്മതിക്കണം. അവന്മാർ നമ്മളെ ചിരിപ്പിച്ച് മണ്ണെപ്പിക്കും. ആര്? SFIക്കാർ. കായംകുളത്ത് SFIയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അവൻ BCom പരീക്ഷ പാസ്സാവാതെ, പരീക്ഷ പാസ്സായില്ലെന്നില്ല, പരീക്ഷ എഴുതിയിട്ടില്ല, പരീക്ഷ പാസ്സാവാതെ അവൻ MCOമിന് ചേർന്നു, വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടി പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു അവനെ. അപ്പോൾ അവൻ പോലീസിന് കൊടുത്തൊരു മൊഴിയുണ്ട്, നിങ്ങൾ കേൾക്കണം. ഞാൻ ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് 2 ലക്ഷം രൂപ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ച് യൂണിവേഴ്സിറ്റി കൊടുത്തത്. എങ്ങനെയുണ്ട്? 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്. അപ്പോൾ ഇവനിത് സംഘടിപ്പിച്ചു കൊടുത്ത ആരാ? SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അവൻ മാലദ്വീപിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പോയേക്കും. അവിടുത്തെ പിള്ളേരുടെ സ്ഥിതി എന്തായിരിക്കും? എൻ്റെ സൂരജ്, ഇവൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ സ്ഥിതി. അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ അതിനേക്കാൾ വിറ്റ്. അവൻ പോലീസ് കൊടുത്ത മറുപടിയാണ്, മൊഴി ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എറണാകുളത്തിൻ്റെ ഏജൻസിയുടെ കയ്യിൽ നിന്ന് 2 പൈസ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത്. ഇവിടെ പിണറായി ഭരിക്കുമ്പോൾ എറണാകുളത്തെ ഏജൻസിയാണോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ആണോ? അപ്പം ഏജൻസിക്കാരൻ പറഞ്ഞത് അതിനേക്കാൾ വിറ്റ്. ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിക്ക് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് 2 ലക്ഷം രൂപ മേടിച്ചു. അവൻ എനിക്ക് 1.20 തന്നുള്ള 80 അവൻ അടിച്ചു മാറ്റിയത്. നല്ല പിള്ളേരാണ്. പിണറായി വിജയനൊക്കെ സ്ഥാനത്ത് നിന്ന് മാറിയാൽ ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ഭാവിയുടെ വാഗ്ദാനങ്ങളായ സാധനങ്ങളാണ്. ഒരുത്തൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അവ ഗവർണറെ തടയാൻ പോയപ്പോൾ ബാരിക്കേഡിന്റെ മുകളിൽ നിന്ന് പറയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട്, പോയി കക്കൂസ് കഴിയണം. അത് കേട്ട് വേറൊരു DYSP ചിരിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് ഇവനെ പിടിച്ച് പതുക്കെ ഇറക്കി, മോനെ കുട്ട, എടാ നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റുക. ഞാൻ പറഞ്ഞു അവനൊരു പാൽക്കുപ്പിയും കൂടി മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ചാലക്കുടിയിൽ ഒരുത്തൻ ഒരു DYFI നേതാവ് ജീപ്പിന്റെ മീതെ കയറി ജീപ്പ് തല്ലി പൊളിച്ചു. SFI നേതാവ് പറഞ്ഞു ചാലക്കുടി SIയെ പേപ്പട്ടിയെ പോലെ വരിയിലിട്ട് തല്ലുമെന്ന്. ആരും പിണറായി ഭരിക്കുമ്പോഴാണ് ആഭ്യന്തര വകുപ്പ് പിണറായി. എത്ര സംഭവങ്ങൾ! കല്യാശ്ശേരിയിലെ ഏരിയ സെക്രട്ടറി പറഞ്ഞു പോലീസിന്റെ പിടിപ്പുകൾ. എന്നിട്ട് ഇയാള് മാന്യനായിട്ട് ഇരിക്കുകയാണ് പോലീസ് മന്ത്രിയായിട്ട്. കല്യാശ്ശേരിയിൽ നമ്മുടെ കുട്ടികളെ ഇരുമ്പ് വടി കൊണ്ട്, ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമറ്റ് കൊണ്ട് തല്ലിച്ചതച്ചപ്പോൾ വധിക്കാനാണ് അവരെ ശ്രമിച്ചത് എന്ന് പറഞ്ഞ് വധശ്രമത്തിന് പോലീസ് കേസെടുത്തപ്പോൾ ഈ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മാതൃകാ രക്ഷാപ്രവർത്തനമാണ്, ഇനിയും തുടരുമെന്ന്. ഇല്ലേ? കേരളം മുഴുവൻ നമ്മുടെ കുട്ടികളെ ആക്രമിച്ചില്ലേ? ഇയാൾക്ക് കരിങ്കൊടി കാണുമ്പോൾ പേടിയാണ്. 4 പിള്ളേര് കരിങ്കൊടി കാണിക്കുമ്പോൾ എന്നെ കൊല്ലാൻ വരുമെന്ന് ഇയാൾ വിചാരിക്കുന്നു. ഈ ശബരിമലയിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് എന്താ? അവിടെ പോലീസ് ഉണ്ടായില്ല. ഇയാളുടെ സംരക്ഷണത്തിന് പോയത് 2200 പോലീസുകാർ. എന്നിട്ടും പേടി മാറാഞ്ഞ് 4 വണ്ടി മുഴുവൻ ക്രിമിനലുകൾ. ഞാൻ പറഞ്ഞു കേരളം കണ്ട ഇതുപോലൊരു ഭീരുവായ മുഖ്യമന്ത്രി വേറെ ഇല്ല. ഏത് മുഖ്യമന്ത്രിയാ കേരളത്തിൽ 2200 പോലീസുകാരുടെയും ക്രിമിനലുകളുടെയും അകമ്പടിയിൽ പോയത്? ആരാ? അപ്പൊ എന്നോട് പറഞ്ഞു സതീശൻ എന്നെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. സുധാകരനോട് ചോദിക്കുക. ആര്? KPC പ്രസിഡന്റ് സുധാകരനോട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇവിടെ പറയില്ല, അത് പറയാൻ പറ്റൂല. അത് പറയണം. എന്നിട്ട് പറയാണ് എന്നോട്, ഞാൻ പണ്ട് സതീശൻ അറിയില്ല, ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ പണ്ടൊരാൾ തോക്ക് ചൂണ്ടി. ആര്? വെറുതെ പറയണേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഉത്സവ പറമ്പിൽ പിള്ളേർ കളിത്തോക്ക് മേടിക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഡിഷ്യം എന്ന് പറയും ഇല്ലേ? അതുപോലെ ആരെങ്കിലും തോക്കി കൊണ്ടിതായിരിക്കും. പേടിയാണ്. എന്തൊരു പേടി! എന്നിട്ട് ഈ പോലീസുകാരുടെ ഇടയിൽ പോയി നിൽക്കുക, കാണാൻ പറ്റുള്ള ആളെ. എന്നിട്ട് നമ്മളെ വരട്ടുകയാണ്. ഞാൻ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടന്നാണ്. എപ്പോ? വെറുതെ ചുമ്മാ
ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടന്ന ഒരാൾ 4 കുട്ടികൾ കരിങ്കൊടി കാണിക്കുമ്പോൾ പേടിച്ച് ഈ പോലീസിൻ്റെ ഇടയിൽ പോയി വിളിക്കുമോ? എന്നോട് നിയമസഭയിൽ വിഷ്ണുവിനറിയാലോ, നിങ്ങൾ എന്തിനാ ഈ 4 പേരെ വെച്ച് കരിങ്കൊടി കാണിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് വലിയ സംഘടനയല്ലേ, 1000 പേരെ വെച്ച് കാണിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു നേരത്തെ. ഈ കരിങ്കൊടിയല്ല, നേരത്തെ. അപ്പം എന്നെ കളിയാക്കിയതാ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങ് 4 പിള്ളേർ കരിങ്കൊടി കാണിച്ചപ്പോൾ തന്നെ 1000കണക്കിന് പോലീസുകാരുടെ ഇടയിൽ പോയി വിളിച്ചു. ഞങ്ങൾ 1000 പേരെ കൊണ്ടുവന്ന് കരിങ്കൊടി കാണിച്ചാലോ പിന്നെ കേരളത്തിൽ പോലീസിന് വേറെ പണിയൊന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ പുറകെ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടിയില്ല. എന്നിട്ട് ഈ ആളുകളെ പേടിപ്പിക്കുകയാണ്, ആളുകളെ ഭയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, നവകേരള സദസ്സ് ഗംഭീര വിജയമാണ്, അതിൽ അസൂയ പൂണ്ട പ്രതിപക്ഷത്തിന് ഹാലിളകി, പ്രതിപക്ഷ നേതാവിൻ്റെ മാനസിക നില തെറ്റി. അപ്പം ഞാൻ പറഞ്ഞ ഈ മലബാറിലൊരു കഥയുണ്ട്. ആണ്ടി ഭയങ്കര അടിക്കാരനാണ്, ആണ്ടി ഭയങ്കര സംഭവമാണ്. ആണ്ടി റോട്ടിലിറങ്ങിയ ആളുകൾക്കൊക്കെ പേടിയാണ്. ആണ്ടി അത് ചെയ്തുകളെ ഇത് ചെയ്തുകളെ. ഇതാരാ പറഞ്ഞാൽ തരിക? ആണ്ടി തന്നെ. മുഖ്യമന്ത്രി നവകേരള സദസ്സ് വിജയമാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെന്താണ് പറയുന്നതെന്ന് മുഖ്യമന്ത്രി ഒന്ന് അറിയണം. 5 മാസം മുമ്പ് മന്ത്രിമാർ വന്ന് താലൂക്കിൽ വന്ന് ലക്ഷക്കണക്കിന് പരാതികൾ മേടിച്ചു, അദാലത്ത് നടത്തി. ദൈവം സഹായിച്ച് ഒരു പരാതി പോലും തുറന്നു നോക്കിയിട്ടില്ല. അതെല്ലാം ചാക്കി കെട്ടി സെക്രട്ടേറിയറ്റിൽ വെച്ചിരിക്കുക. എന്നിട്ട് വീണ്ടും പരാതി മേടിക്കാൻ ഇറങ്ങിയിരിക്കുക. പക്ഷേ ഈ പരാതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരാഴ്ചക്കുള്ളിലാണ് മറുപടി. ഞാൻ കോഴിക്കോട് പേരാമ്പ്രയിൽ പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ കടയുടെ നമ്പർ ഇട്ട് കിട്ടാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയെ 25 പ്രാവശ്യം പോയി കണ്ടു, ചെയ്തു തന്നില്ല. അപ്പോഴാ സാറേ നവകേരള സദസ്സ് വരുന്നത്. ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു, ഒരാഴ്ചക്കുള്ളിൽ ആ മറുപടി എന്താണെന്നറിയോ? പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതിയെന്ന്. അതേപോലെ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ബേപ്പൂരിൽ ഞങ്ങൾ APL കാർഡ് BPL കാർഡ് ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ സപ്ലൈ ഓഫീസറുടെ ഓഫീസിൽ കയറി ഇറങ്ങി എൻ്റെ സാറെ ഒരു ചെരുപ്പ് തേഞ്ഞു പോയി. അപ്പോഴാണ് ഈ സാധനം വന്നെന്നുണ്ട്, ഈ ബസ് വന്നെന്ന് പറഞ്ഞു. ബസ് വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. പെട്ടെന്ന് മറുപടി കിട്ടി, സാറേ സപ്ലൈ ഓഫീസറെ കണ്ടാൽ മതി. ഞാൻ എടരിക്കോട് മലപ്പുറത്ത് ഒരു മില്ല് ഇവർ പൂട്ടിയതാണ്, ഒരു സ്പിന്നിങ് മില്ല് പൂട്ടി കിടക്കുക. 25 കോടി സർക്കാർ കൊടുത്താലേ ചെയ്യുള്ളൂ. അപ്പോൾ അവർ ഭയങ്കര ചിരി. ഞാൻ ചോദിച്ചു, സർക്കാർ പരാതി കൊടുത്തില്ലേ? അപ്പോൾ അവർ ഭയങ്കര ചിരി, മില്ലിലെ തൊഴിലാളി. ഞാൻ ചെന്ന് ചിരിക്കണത്, സാറേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. എന്തു പറ്റി? നവകേരള സദസ്സ് മലപ്പുറത്ത് വന്നപ്പോൾ ഞങ്ങളിത് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് മറുപടി കിട്ടി. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തേക്ക് ഈ 25 കോടി കൊടുക്കാനുള്ളത് എടരിക്കോട് മില്ലിന്. പഞ്ചായത്ത് സെക്രട്ടറി പേടിച്ചിരിക്കുക. അയാൾ എന്ത് ചെയ്യാനാ? പഞ്ചായത്തിൽ കാശില്ല. 2ാം ഗഡു കൊടുക്കേണ്ടത് ഓഗസ്റ്റിലായിരുന്നു അല്ലേ പഞ്ചായത്തിൽ. അത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ കുറച്ച് പൈസ കൊടുത്തു, ബാക്കി പൈസ കൊടുത്തിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഹാപ്പിയായി പൈസ കിട്ടിയെന്ന്. പക്ഷേ എന്താ പ്രശ്നം? ചെക്ക് മാറില്ല, ട്രഷറിയിൽ മാറില്ല. പൈസ ഉണ്ട്, ഇപ്പോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്, പൈസ ചെക്ക് മാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ചിലവരുടെ ജാതകം വായിക്കണം. ചിലരുടെ ജാതകത്തിൽ രാജയോഗം ഉണ്ടാവുമെന്ന് എഴുതി വെച്ചാണ്. അപ്പോൾ ആൾ ഹാപ്പിയാവും. രാജയോഗമല്ലേ, നിസ്സാരമാണ്. കുറച്ച് വായിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പറയും രാജയോഗം ഉണ്ടാവും, പക്ഷെ അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അതാണ് സ്ഥിതി. പഞ്ചായത്തുകാർക്ക് കിട്ടിയ കാശ് ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല. ചെക്ക് മാറിയാലേ കാശ് കിട്ടുള്ളൂ. ഇനി 3ാം ഗഡുവുണ്ട്. അത് എന്ന് കിട്ടുമെന്നറിയോ? മാർച്ച് 31-ാം തീയതി വൈകുന്നേരം 5 മണി വരുമ്പോൾ വരും. ചിലവാക്കാൻ പറ്റില്ല. മാർച്ച് 31-ാം തീയതി അവസാനത്തെ ദിവസവും സാമ്പത്തിക വർഷത്തിൽ. ഇങ്ങനെ ഇവർ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. കറുപ്പ് കാണാൻ പാടില്ല, കറുത്ത കരിങ്കൊടി കാണാൻ പാടില്ല, കറുത്ത ചുരിദാർ കാണാൻ പാടില്ല, കറുത്ത ഷർട്ട് കാണാൻ പാടില്ല. കാക്ക പോലും പേടിച്ചാ പറക്കണത്. ഓൻ കറുത്തല്ലേ പിടിച്ചുകൊണ്ട് പോയാലോ. ഇപ്പം കുറച്ച് നാളായിട്ട് വെളുത്തത് കണ്ടപ്പോൾ കരുതൽ തടങ്കലാണ്. കരുതൽ തടങ്കൽ രാവിലെ പിടിച്ചുകൊണ്ട് പോവാണ്. എന്തൊരു പേടിയാണ് ഈ മനുഷ്യന്. പ്രേമേന്ദ്രൻ, എന്തൊരു പേടിയാണ്, എന്തൊരു ഭയമാണ്. ഇങ്ങേരൊരു ജില്ലയിലേക്ക് ഇറങ്ങണേന് പാവം വീട്ടിൽ കിടക്കണ കോൺഗ്രസ്സുകാരെ പിടിച്ചോണ്ട് പോവാ, കതറിട്ടോണ്ട് പിള്ളേരെയൊക്കെ പിടിച്ചോണ്ട് പോവാണ്. അറസ്റ്റ് ചെയ്ത് പുള്ളി ജില്ല വിട്ടു പോയാൽ അവരെ വിടുള്ളൂ. കരുതൽ തടങ്കൽ
കേരളത്തിൽ ഇതൊക്കെ കേട്ടുകേൾവിയുണ്ടോ? കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളല്ലേ കേരളം മുഴുവൻ നടക്കുന്നത്? എന്തെല്ലാം അക്രമ സംഭവങ്ങൾ കേരളത്തിൽ! ലഹരി മാഫിയ അഴിഞ്ഞാടുന്നു കേരളത്തിൽ. ആര് പിടിക്കാൻ? ആരാ പിടിക്കുന്നത്? പോലീസിൻ്റെ ഒക്കെ കോലൂരി വെച്ചിരിക്കുക. ഒരു DGP പറഞ്ഞാൽ SP കേൾക്കില്ല, SP പറഞ്ഞാൽ SHO കേൾക്കില്ല. കാര്യം ആര്? പാർട്ടി ജില്ലാ സെക്രട്ടറി പറയണം, മറ്റവൻ പറയണം, മറിച്ചത് പറയണം, പാർട്ടിക്കാർ പറയും. പോലീസ് നിർവീര്യമാക്കി, പോലീസ് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലാക്കി. നാടിലെ ഓരോ ദിവസവും പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള ഒരു നടപടികളും ഇവർ സ്വീകരിക്കുന്നില്ല. നാട് മുഴുവൻ, അതല്ല പറഞ്ഞത്, കുട്ടിച്ചോറാക്കി, നമ്മുടെ മുടിഞ്ഞ തറവാട് പോലെയാക്കി കേരളം മുഴുവൻ. അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? എന്നിട്ട് ധാർഷ്ട്യത്തിന് കുറവുണ്ടോ? അഴിമതിക്ക് കുറവുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 3 മാസം മുമ്പ് പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് റെയ്ഡ് ചെയ്തു. അവൻ്റെ ലോഡ്ജിലെ കിടക്കയ്ക്കുള്ളിൽ നിന്ന് 1.25 കോടി രൂപ പിടിച്ചു. വേറെ കാശൊന്നുമല്ല, കൈക്കൂലി മേടിച്ച. അവൻ വില്ലേജ് അസിസ്റ്റന്റ്. നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞാലും ചില സമയത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കും, വരണ്ടു പോകും. ഭയങ്കര ചോദ്യം. ഈ സംഭവം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഒരു ചോദ്യം ചോദിച്ചു. ആരോടാന്നറിയാം? വില്ലേജ് ഓഫീസറോട്. നിങ്ങളറിയാതെ, ഇങ്ങനെയൊക്കെയുള്ള ഗൗരവമുള്ള, നിങ്ങളറിയാതെ നിങ്ങളുടെ ഓഫീസിൽ ഇത്രയും രൂപ ഒരാൾ കൈക്കൂലി മേടിക്കുമോ? നിങ്ങളുടെ കീഴിലുള്ള ആൾ. ഞാൻ അപ്പം തന്നെ കൈയടിച്ചു, ഞാൻ സ്വാഗതം ചെയ്തു. എന്നിട്ട് മുഖ്യമന്ത്രിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 1ാം സ്ഥാനത്തിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ 100 ദിവസം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ജയിലിൽ പോയി. ഇയാൾ അറിഞ്ഞില്ലേ? ഇയാൾ വില്ലേജ് ഓഫീസറെ വരട്ടുവാണ്. ഇയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ. വില്ലേജ് ഓഫീസറോട് ചോദിക്കുക, നിങ്ങളറിയാതെ നിങ്ങളുടെ അസിസ്റ്റന്റ്. ശിവശങ്കർ തിരിച്ചു വന്ന് ഒരാഴ്ച വിശ്രമിച്ചു, ജയിലിൽ നിന്ന് വന്നിട്ട് 100 ദിവസം കിടന്നിട്ട്. എന്നിട്ട് അടുത്ത കേസിൽ, ലൈഫ് മിഷൻ കോഴ കേസിൽ നേരെ ജയിലിലോട്ട് പോയി. ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലേ? ഇത് ഗൾഫിൽ നിന്ന് 20 കോടി വന്നു, 9.25 കോടി രൂപ അടിച്ചു മാറ്റി. കർണാടകയിൽ നമ്മൾ പറഞ്ഞത് 40% കമ്മീഷൻ സർക്കാർ എന്നാ. ഇതെത്രയാ? 46% കമ്മീഷനാണ്. പിന്നെ AI ക്യാമറ, അതൊരു ഭയങ്കര ക്യാമറയാണ്. കൊല്ലത്ത് ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് മാത്രം ആ ക്യാമറയിൽ വന്നില്ല. വന്നാ? അതിൽ വന്നില്ല. അത് വേറെ കടത്തിണ്ടയിലിരുന്ന വേറെ ഏതാ ക്യാമറയിലാണ് വന്നത്. ഈ ക്യാമറ നമ്മുടെ പോക്കറ്റിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, വേറെ ഒരു സ്ഥലം കാണൂല. AI ക്യാമറ കോടികളാ ചെലവാക്കിയത്. ഞങ്ങളൊരു ഗവേഷണം നടത്തി, ഇത് ഏത് കമ്പനിക്കാണ് കൊടുത്തേക്കണത്? ഇപ്പം നോക്കി വന്നപ്പോൾ അവസാനം ഒരു കമ്പനി, ആരാന്നറിയോ? മുഖ്യമന്ത്രിയുടെ മോൻ്റെ അമ്മായി അച്ഛൻ്റെ കമ്പനി. അപ്പം ഞാൻ നോക്കിയപ്പോൾ വേറൊരു കമ്പനിയും കൂടിയുണ്ട്, ജോയിൻ്റ് ആയിട്ട്. അവർ കാശ് മുടക്കിയ കമ്പനി. അമ്മായി അച്ഛൻ്റെ കമ്പനി നോക്കി നിൽക്കുകയുള്ളു. എൻ്റെ ഒരു ക്ലോസ് ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. കാശ് മുടക്കിയ കമ്പനിക്ക് ലാഭത്തിൻ്റെ 40%, കാശ് മുടക്കാത്ത അമ്മായി അച്ഛൻ്റെ കമ്പനിക്ക് ലാഭത്തിൻ്റെ 60%. എങ്ങനെയുണ്ട്? അടുത്തത് K-Phone. എല്ലാ വീട്ടിലും ഫ്രീ ഇൻ്റർനെറ്റ് സൗകര്യം കിട്ടിയാവോ ആർക്കെങ്കിലും? അത് കിട്ടൂല. പക്ഷെ 1500 കോടി പോയി. അതിൽ ഞങ്ങൾ നോക്കി വന്നപ്പോൾ രാവിലെ അവസാനം ആരുടെ? അമ്മായി അച്ഛൻ്റെ കമ്പനി തന്നെ. അപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം നിർബന്ധമുണ്ട്, കുടുംബത്തിൽ പുറത്തേക്ക് ഒരു കളിയില്ല, എല്ലാം ഇവിടെ തന്നെ. ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചേക്കാണ്. കേരളം ഒഴികെ അതിൻ്റെ കമ്മീഷൻ അവിടെ വന്നു വീഴും. ഞാൻ മാജിക് ബോക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മജീഷ്യന്മാരുടെ കയ്യിൽ പോലുമില്ല ഈ പെട്ടി. പിന്നെ മാസപ്പടി വിവാദം ഉണ്ടായി. മോളുടെ കമ്പനി ആലുവയിലൊരു കമ്പനിയുമായി ഒരു എഗ്രിമെന്റ്. എന്നിട്ട് ഈ 3 കാര്യത്തിൽ ഒരു തെറ്റുമില്ല. മോക്ക് കമ്പനി ഉണ്ടാക്കാം, ആലുവയിലെ കമ്പനിയായിട്ട് ധാരണയിലെത്താം, സോഫ്റ്റ്വെയർ സർവീസ് കൊടുക്കാം, അതിൻ്റെ കാശ് കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വന്നു. പ്രശ്നം അവിടെ ഇല്ല. ഇൻകം ടാക്സ് പിടിച്ചു. അവർ ഈ ആലുവയിലെ കമ്പനിക്കാരെ ചോദ്യം ചെയ്തു. ആലുവയിലെ കമ്പനിക്കാർ പറഞ്ഞു, ദൈവം സഹായിച്ച് ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ സർവീസും ആ കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. സോഫ്റ്റ്വെയർ സർവീസ് കിട്ടാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പൈസ വന്നത്? നമ്മളൊരു കമ്പനി ഉണ്ടാക്കി വേറെ ആർക്കെങ്കിലും സേവനം ചെയ്തു കൊടുത്താലല്ലേ സേവനത്തിൻ്റെ പ്രതിഫലമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. പൈസ ഇല്ലാതെ
കെ സി രാജൻ്റെയോ ഷംസു MLA അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ ഇട്ട് തരുമോ? അപ്പം ഇത് വേറെ പൈസയാണ്. ഏത്? കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയും, മണി ലോണ്ടറിങ്. തുണി അലക്കി വെളുപ്പിക്കുന്നത് പോലെ കള്ളപ്പണം വെളുപ്പിച്ച് വെള്ളപ്പണമാക്കും. ഇനി അവസാനത്തെ 6ാമത്തെ, ഇല്ല വേറെ കുറേ ഉണ്ട്, എല്ലാം പറയാനില്ല, ഞാൻ 6 നിർത്തുക, സമയക്കുറവില്ല. പഴയ കാലം ഓർമ്മയുണ്ടോ? മഹാമാരിയുടെ കാലം. വൈകുന്നേരം 6 മണിയാകുമ്പോൾ അദ്ദേഹം വരും TV-യുടെ മുമ്പിൽ. അപ്പോൾ നമ്മൾ എത്ര പേര് മരിച്ച്, എത്ര പേർക്ക് പറ്റി, ഈ പണ്ടറി ഇത് അവസാനിക്കാറായോ എന്നറിയാൻ വേണ്ടി നമ്മൾ മുമ്പിൽ പോയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളാണ് വീട്ടമ്മമാരോട്: നിങ്ങൾ ഒരു കറി മാത്രമേ വെക്കാൻ പാടുള്ളൂ, കൂടുതൽ ചിലവാക്കരുത്, പശുവിന് പുല്ല് കൊടുക്കാൻ മറന്നു പോകരുത്, ആടിന് തീറ്റ കൊടുക്കണം, പറന്നു പോകുന്ന പക്ഷികളെ കൈകൊട്ടി വിളിച്ച് തിരിച്ചു വിളിച്ച് പാലും പഴവും കൊടുക്കണം. ഞാൻ ഇത് കേട്ട് കരഞ്ഞു പോയി ഒരു ദിവസം. എന്തൊരു ദയാവായ്പാണ്! മനുഷ്യനോട് മാത്രമല്ല, സകല ജീവജാലങ്ങളോടും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തൊരു സ്നേഹമാണ്. 2 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അന്ന് ആ മഹാമാരിയുടെ മറവിൽ കൊള്ളയായിരുന്നു, കൊള്ള. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉണ്ട്, 1032 കോടി രൂപയുടെ അഴിമതിയെ മേടിച്ചു. PP കിറ്റ് ഓർമ്മയുണ്ട? 450 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന PP കിറ്റ് 10,000 എണ്ണം 300% വില വർധനവിൽ 1550 രൂപയ്ക്ക് മേടിച്ചു. 7 രൂപയുടെ ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം 14 രൂപയ്ക്ക് മേടിച്ചു. പിന്നെ ഞങ്ങൾ ഓക്സിമീറ്റർ മേടിച്ചു, തെർമോമീറ്റർ മേടിച്ചു, ഫ്രിഡ്ജ് മേടിച്ചു. 1032 കോടി അഴിമതി. ഞങ്ങൾ ലോകായുക്തയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. സർക്കാർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി ഓടിച്ചു. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്, പോയി കേസ് നടത്താൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി ഷൈല ടീച്ചർ കേസ് പ്രതിയാണ്. അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താ സംഭവം? മുഖ്യമന്ത്രി അറിയാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവരുടെ കാര്യം മനസ്സിലായില്ല. അത് പോട്ടെ, കേസ് നടക്കുകയാണ്. കഴിഞ്ഞ മാസം വന്ന വിവരം അറിയോ? ഓഡിറ്റർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട്. ഞാൻ പറയണമല്ല, എൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കോടിക്കണക്കിന് രൂപയുടെ ആശുപത്രികളിലൂടെ വിതരണം നടത്തി. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ കത്തിച്ച് കളയണമെന്നാണ് നിയമം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഉദാഹരണം കേട്ടോ, അതല്ല തുക, 100 കോടി രൂപയുടെ ഒരു ഓർഡർ ഒരു കമ്പനിക്ക് കിട്ടി, മരുന്ന് സർക്കാർ കൊടുക്കുക. അപ്പോൾ കമ്പനിക്കാർ പറയുകയാണ് ഇവരോട്, ഞങ്ങൾക്കൊരു 10-20% തന്നാൽ മതി, ഈ മരുന്നാണ് ഇവർ കത്തിച്ച് കളയാൻ വെച്ചേക്കുന്ന മരുന്നല്ലേ, എത്ര കിട്ടിയാലും ലാഭമല്ലേ, ബാക്കി 20 കോടി ഞങ്ങൾക്ക് തന്നാൽ മതി, ബാക്കി 80 കോടി ഞങ്ങൾ മറ്റേ പെട്ടിയിലിട്ട് തന്നേക്കാം. ഏത് പെട്ടിയിൽ? ഞാൻ നേരത്തെ പറഞ്ഞൊരു പെട്ടിയില്ലേ, ആ പെട്ടിയിലേക്ക് ഇട്ട് തന്നേക്കാം. ഓക്കെ. 100 കോടി രൂപയുടെ മരുന്നുകൾ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഇവരെ ഈ ആശുപത്രികൾ വഴി വിതരണം നടത്തി. എന്താ കുഴപ്പമെന്നാ? കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടും, മുകളിലോട്ട് കിഡ്നിയും ലിവറും ഹാർട്ടൊക്കെ അടിച്ചു പോകും. അപ്പം നിങ്ങൾ ആലോചിച്ച, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഇവർ ഈ മരുന്നാണ് വിതരണം നടത്തിയത് ആശുപത്രികൾ വഴി. കൊള്ളക്കാരല്ലേ ഇവർ? കൊള്ളക്കാർ, കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാർ, ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരേക്കാൾ വലിയ കൊള്ളക്കാർ, മരുന്നിൽ വരെ കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ കൊടുത്തവർ. CAG റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു നാണവും ഇല്ലാതെ നടക്കുകയാണ്, ഒരു നാണവും ഇല്ലാതെ. ഞാൻ എല്ലാ വകുപ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൊള്ളക്കാരെ, ഈ അഴിമതിക്കാരെ, ഈ കെടുകാര്യസ്ഥത കൊണ്ട് നമ്മുടെ ജീവിതം ദുരിതപൂർണമാക്കി മാറ്റിയ ഈ അഹങ്കാരികളെ, ഈ ധിക്കാരികളെ അധികാരത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കും വരെ വിശ്രമമില്ല എന്ന് മാത്രം തീരുമാനിച്ചുകൊണ്ട് ഈ വിചാരണ സദസ്സ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.